ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിന്ന് ട്രെയിനിൽ കയറി സിറ്റിക്ക് പോവാണ് കേട്ടോ. നമ്മളെന്ന് പറഞ്ഞാൽ അന്നയും ഞാനും. കുറേ കാലം കൂടി ഒന്ന് ട്രെയിനിൽ കയറിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ് എനിക്ക്. ട്രെയിൻ വളഞ്ഞു പോകുമ്പോൾ അതിൻ്റെ ഫ്രണ്ട് സൈഡ് കാണാമെന്നൊക്കെയാണ് ഞാൻ അന്നയോട് പറയുന്നുണ്ടായിരുന്നത്. സിറ്റിക്ക് പോകുന്നത് വല്ലപ്പോഴും ആയതിനാൽ എല്ലാ പോക്കിലും അതിൻ്റേതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. ആദ്യം തന്നെ ഫോട്ടോ ബൂത്തിലേക്കാണ് ഞങ്ങൾ പോയത്. അന്ന ഇതെല്ലാം അവളുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ചെയ്യാറുള്ള പരിപാടിയാണ്. ഇതൊക്കെ എനിക്കൊരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ തീമിലുള്ള റൂമുകളും പ്രോപ്പർട്ടീസും എല്ലാം അവിടെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റൻ്റായി ഫോട്ടോയും കിട്ടും. അപ്പോൾ പോകുന്നത് ഡിജി പാർക്ക് കാണാനാണ്. അത് പ്രൊമോട്ട് ചെയ്യാനുള്ള ഒഫീഷ്യൽ ഇൻവിറ്റേഷനൊക്കെ കിട്ടിയത് അന്നയ്ക്കാണ്. +1 ആയിട്ടാണ് ഞാൻ പോകുന്നത്. അതായത് അക്കരെ 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 എന്ന മൂവിയിൽ മോഹൻലാലിൻ്റെ കൂടെ ശ്രീനിവാസൻ അമേരിക്കയ്ക്ക് പോയ പോലെ. ടൗൺ ഹാൾ വെസ്റ്റ്ഫീൽഡിലാണ് ഇവർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ടൗൺ ഹാൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 5 മിനിറ്റ് നടക്കാനുണ്ട്. വെസ്റ്റ്ഫീൽഡിൻ്റെ ലെവൽ 5-ൽ ഫുഡ് കോർട്ടിന് തൊട്ടടുത്തായതുകൊണ്ട് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഓരോ റൂമും ഓരോ തീമിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈസ്റ്റർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് തന്നെ കുട്ടികളും പാരൻസും ഗ്രാൻഡ് പാരൻസും ഒക്കെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഉള്ളിൽ ഒരു കുട്ടി ഉറങ്ങിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഇത് എൻജോയ് ചെയ്യാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ഉള്ളിലെ കുട്ടിയും ഉണർന്നു. അന്നയ്ക്ക് വീഡിയോ എടുത്ത് കൊടുക്കാൻ പോയ ഞാൻ അത് ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ടായിരുന്നു. ഈ റൂമിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോഴാണ് ഞാൻ ഏറ്റവും അധികം എക്സൈറ്റഡ് ആയത്. ഒരു ഗാലക്സി തീമിൽ പ്ലാനറ്റ്സ് ഒക്കെ ആയിട്ടാണ് അവർ സെറ്റ് ചെയ്തിരുന്നത്. പക്ഷേ എനിക്കത് കണ്ടപ്പോൾ ടർക്കിയിലെ ഹോട്ട് എയർ ബലൂണാണ് ഓർമ്മ വന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു എന്നതിലല്ലല്ലോ കാര്യം, ആരുടെ കൂടെ ചെയ്യുന്നു എന്നതിലല്ലേ. എൻ്റെ വൈബ് ഒട്ടും തന്നെ കില്ല് ചെയ്യാതെ അന്ന കൂടെ നിന്നു. താങ്ക്സ് മണി.
എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാരണം പ്ലാനറ്റ്സിൻ്റെ റൂമിലേക്ക് ഒരു പ്രാവശ്യം കൂടി പോയിട്ടോ. ഡ്രാഗൺ എഗ് ഹണ്ടും പെയിൻറ്റിങ്ങും ഹൈറ്റിയും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവിടെയെല്ലാം കുട്ടികളുടെ നല്ല തിരക്കായിരുന്നു. അവസാനം ഒരു 70 മൂവിയും കാണിക്കുന്നുണ്ടായിരുന്നു. സീ ലൈഫ് ആയിരുന്നു തീം. കടലിൻ്റെ അടിയിലേക്ക് പോയ നമ്മൾ വെയിലിനെയൊക്കെ കൺകുളിർക്കെ കാണുന്നതിനിടയിൽ ഒരു ഷാർക്ക് ആക്രമിക്കുന്നു. 70 ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഫീലായിരുന്നു. കുറേ നമ്മൾ പേടിച്ചതിന് ശേഷം ഒരു ഭീമൻ ഒക്ടോപ്പസ് ഷാർക്കിനെ പിടിക്കുന്നു. അങ്ങനെ നമ്മൾ രക്ഷപ്പെടുന്നു. ശുഭം. ഒരു 45 മിനിറ്റ്സ് നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അത് ശരിക്കും വർത്തായിരുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.